അവൾ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴും അവൾ എല്ലാം പറയൂല എന്ന് എനിക്കറിയാം. ഇതൊക്കെ ആവണിയെ ഇവിടെ ആരും ഉപദ്രവിച്ചായിട്ട് അറിയാം. എന്നെ നോക്കി മറുപടി പറ സുധേ. സുധയുടെ അറിവില് ആവണി ഇവിടെ ആരും ഉപദ്രവിക്കുന്നതായിട്ട് അറിയാമോ? അഞ്ജുവോ, മോഹനോ, അമ്മയോ, പ്രകാശനോ ആരെങ്കിലും? പ്രകാശൻ അങ്ങനത്തെ ഒരാളല്ല അച്ഛാ. അതിനർത്ഥം ബാക്കിയുള്ളവർ അങ്ങനെയാണെന്നല്ലേ? അച്ഛാ ഇതൊക്കെ പറയട്ടെ ആവണി. എന്തിനാ അവനെ ഒളിച്ചു വെക്കുന്നേ? നീ അച്ഛനോടെല്ലാം പറയാറുള്ളതല്ലേ? അച്ഛൻ പറഞ്ഞ ശരിയാ അച്ഛാ. ഇവിടെ ഉള്ളവര് ഇവളെ ഉപദ്രവിക്കാറുണ്ട്. പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് എല്ലാവരും സംസാരിച്ചത് തോന്നിയായിരുന്നു. ഇടയ്ക്ക് എനിക്ക് തന്നെ പേടി തോന്നിയിട്ട് ഞാൻ അവളോട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ വരെ പറഞ്ഞിരുന്നു. തൽക്കാലം സരസ്വതി ഇത് അറിയണ്ട. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും വയ്യാത്തല്ലേ. സ്വന്തം മോക്കൊരു പ്രശ്നം വരുമ്പോൾ വയ്യായിക നോക്കി ഇരിക്കാൻ പറ്റുമോ? കേസിന്റെ കാര്യം എന്തായി? വക്കീലിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അച്ഛാ. വക്കീലുമായിട്ടുള്ള അടുത്ത മീറ്റിങ്ങിൽ ഇവള് കാശിട്ട് കൊടുക്കുന്ന ആളിനെ പറ്റി വക്കീലിന് അടുത്ത മീറ്റിങ്ങിന് മുന്നേ ക്യാഷ് ഇട്ട് കൊടുക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ അവന്? വേറെ ഒന്നുമില്ല അച്ഛാ. പൈസയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ ആലോചിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള അച്ഛനുള്ളപ്പോൾ നിനക്ക് എന്താ ആവണി കാര്യം പറഞ്ഞാല്? ചേച്ചി എന്തിനാ എന്നെ ഇവർ ഉപദ്രവിച്ച കാര്യമൊക്കെ പറയാൻ പോയത്? പിന്നെ പറയാതെ, സത്യമല്ലേ? പറയണ്ടായിരുന്നു. നീ എല്ലാ കാര്യവും ഇങ്ങനെ രഹസ്യമാക്കി വെച്ചോണ്ട് നടന്നോ കേട്ടോ. ചേച്ചി ഞാനൊരു കാര്യം പറയാം. തൽക്കാലം ഞാൻ പൈസ ഇട്ട് കൊടുത്ത കാര്യമൊന്നും അച്ഛൻ അറിയണ്ട. ശരി, ഞാൻ പറയുന്നില്ല. അച്ഛൻ്റെ കൈക്ക് എന്ത് പറ്റിയതാ? അതൊരു ആക്സിഡന്റ് പറ്റിയത് ചേച്ചി. അരുന്നതി വക്കീല് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. നമുക്ക് പോയി കാണേണ്ടിയും വരും. എല്ലാ കാര്യവും വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറയണം. നമുക്ക് പോവാൻ ചേച്ചി. പോയാൽ മാത്രം പോരാ, പറയണം കാര്യങ്ങളെല്ലാം. ശരി. എടോ, നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? ഒന്നില്ലെങ്കിലും താൻ വലിയ കൊലകൊമ്പം വക്കീലല്ലേ? നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ നിങ്ങളെ വരച്ച വരെ നിർത്തണുണ്ടല്ലോ, ഭയങ്കര കഷ്ടമാണ് കേട്ടോ. താൻ അത് വിട്, ഞാൻ വന്ന കാര്യം പറയാം. ആ അരുന്ധതി വക്കീലിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഫ്രീ ആവാം. വേണ്ട, ഞാനത് പറഞ്ഞ് ശനിയാഴ്ചത്തേക്ക് ആക്കിയിട്ടുണ്ട്. എന്താ? നമ്മളും കുറച്ച് തിരക്കിലാന്ന് വിചാരിച്ചോട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ആ ഒരു കാര്യം, ആവണി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനോടും അമ്മോടും പറഞ്ഞോ? പറയുമെന്നൊക്കെ വലിയ വീരാതാളൊക്കെ കേട്ടാ പോയത് എൻ്റെ അടുത്തുനിന്ന്. എന്നാ പറഞ്ഞു. കുറച്ചു മുന്നേ അവളുടെ അച്ഛൻ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇനി ഇതും പറഞ്ഞ അവളെ കുത്തി നോവിക്കാനും പറ്റൂലല്ലോ. അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഉറപ്പാ. പിന്നൊരു പ്രശ്നമുണ്ട്. ആവണിയെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ അച്ഛനമ്മയുടെ കൂടെ നിന്നാലേ അവൾ കൂടുതലങ്ങ് സ്ട്രോങ് ആവും. നമ്മുടെ സൈഡിൽ ആള് കുറയും. ഇനി എങ്ങാനും അച്ഛൻ മാത്രമേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അമ്മയെ നമ്മുടെ കൂടെ നിർത്താൻ നോക്കണം. മാക്സിമം ആവണിയുടെ കുറ്റം പറഞ്ഞു ധരിപ്പിക്കും. എൻ്റെ അഞ്ജുവിനെയും കൂടെ കൂട്ടിക്കോ, അവളിതിന് സൂപ്പറാ. ശരിയാക്കാൻ വക്കീലേ. അപ്പൊ ശനിയാഴ്ച കോംപ്രമൈസ്.